വീഡിയോ ഞങ്ങൾ കല്ല് വാങ്ങാൻ പോയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഈ ഗാർഡനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഈ ഗാർഡനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വീഡിയോസൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ കാണുമായിരുന്നു. അങ്ങനെ കണ്ട കൂട്ടത്തിലാണ് പോണ്ടിച്ചേരി സ്റ്റോൺ എന്ന് പറയുന്നൊരു സ്റ്റോണിനെ പറ്റി അറിഞ്ഞത്. അപ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹം അത് വാങ്ങണം, അല്ലെങ്കിൽ അതെവിടെ കിട്ടും എന്നൊക്കെ കുറേ അന്വേഷിച്ച് നമ്മുടെ ചുറ്റുവട്ടത്തെ കടയിലൊക്കെ അന്വേഷിച്ച്, ഗാർഡനിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന കടയിൽ അന്വേഷിച്ചിട്ടൊന്നും നമുക്ക് സംഭവം കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഞങ്ങളൊരു സ്ഥലം കണ്ടെത്തി. അതാണ് ബി സ്റ്റോൺ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ഒരു ഷോപ്പ്. നമ്മുടെ തൊടിയൂർ തഴവ ഭാഗത്തായിട്ടാണ് ഈ ഒരു കടയുള്ളത്. അപ്പോൾ നമ്മൾ നെറ്റിൽ നിന്ന് നമ്പർ എടുത്ത് അവരെ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ പോണ്ടിച്ചേരി സ്റ്റോൺ ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ പിള്ളേർ സെറ്റുമായിട്ട് ഒരു വൈകുന്നേരം ഞങ്ങളവിടെ കടയിൽ പോയി. അങ്ങനെ കടയിൽ പോയപ്പം പിള്ളേർക്കതൊരു പാർക്കിൽ പോയ പ്രതീതിയായിരുന്നു. കാരണം അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്, ഗാർഡനിങ്ങിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്, ഈ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഏകദേശം ഒരു 75 കിലോളം പോണ്ടിച്ചേരി സ്റ്റോണും അതുപോലെ തന്നെ ഒരു 10 കിലോ പിന്നെ ഒരു പെബിൾസും മേടിച്ചിട്ട് നമ്മൾ വന്നു. പിന്നെ നമ്മളത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളത് വീട്ടിൽ സെറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ ഈ 85 കിലോ എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി ബൾക്ക് എമൗണ്ടൊന്നും അല്ല. കാരണം കല്ലാണ്, വെയിറ്റ് ഉണ്ട്. അപ്പം 85 കിലോ എന്ന് പറയുമ്പോൾ കുറച്ച് സംഭവമേ ഉള്ളൂ, കുറച്ച് സ്റ്റോണേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ഇറങ്ങുന്ന ഭാഗത്തായിട്ട് ഈ ഒരു എന്താണ് ഈ മാറ്റിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, പുല്ലുള്ള മാറ്റ്, അത് വെച്ചിട്ട് നമ്മൾ ചെയ്തു. എന്നിട്ട് ഈ സൈഡിൽ കുറച്ച് ഭാഗത്ത് ഇടാനായിരുന്നു നമ്മുടെ പ്ലാൻ. അതിൻ്റെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ മേടിച്ച പെബിൾസും ഇട്ടു. അങ്ങനെ ഇതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ പിള്ളേർ സെറ്റെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ നിരത്തും, ദേവൂട്ടി അത് പറക്കി മാറ്റിലോട്ട് വെക്കും, ഞങ്ങൾ നിരത്തും പറക്കി വെക്കും. ഇതായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട പരിപാടി. അങ്ങനെ നമ്മൾ ഒരുവിധം അത് അന്ന് സെറ്റ് ചെയ്ത് പിന്നീട് ഇതിന് മാറ്റം വരുന്നുണ്ട്, അത് ഞാൻ പറയാം. അങ്ങനെ സെറ്റ് ചെയ്ത ലുക്കാണ് ഈ ഒരു കാണുന്നത്. ഈ ഇടയ്ക്കിട്ടേക്കുന്ന കറുത്ത സ്റ്റോണിൻ്റെ അത് പേയ്മെൻറ്റ് സ്റ്റോണാണ്. അവിടെ ഒരു പൊട്ടിയ പീസ് കിടന്നിരുന്നു, അത് ഞങ്ങളിങ്ങനെ ചുമ്മാ വെച്ച് നോക്കിയത്. അല്ലാതെ ഞങ്ങൾ വാങ്ങിയിട്ടില്ലായിരുന്നു ഈ ഒരു സ്റ്റോണ്, അവിടെ നിന്ന് വാങ്ങിയില്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, പേയ്മെൻറ്റ് സ്റ്റോൺ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പോകുന്നവർക്കാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം. പിറ്റേന്നായപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും കൂടെ ഒന്ന് മാറ്റം വരുത്തിയാലോ എന്നുള്ളൊരു ആലോചനയായി. അങ്ങനെ ഇനി മാറ്റം വരുത്തണമെങ്കിൽ വീണ്ടും സ്റ്റോൺ വാങ്ങണം. അങ്ങനെ ഞങ്ങൾ വീണ്ടും സ്റ്റോൺ വാങ്ങാൻ പോയി. നമ്മൾ ബി സ്റ്റോണിലല്ല പോയത്, വേറൊരു കടയിലാണ്. അപ്പോൾ അവിടെ വാഷ് ചെയ്ത സ്റ്റോൺ ഇല്ലായിരുന്നു. അപ്പം ഈ സ്റ്റോണാണ്, ഇത് കുഞ്ഞ് പോണ്ടിച്ചേരി സ്റ്റോണാണ് വാങ്ങിയത്. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്ന് വാഷ് ചെയ്തപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയേ കാണാം, ഈ പോണ്ടിച്ചേരി സ്റ്റോൺ അല്ലാതെ സാധാരണ കല്ലും ഇതിനകത്തുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇങ്ങനെയാണോ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും വാഷ് ചെയ്തപ്പോൾ ഒത്തിരി പോണ്ടിച്ചേരി സ്റ്റോൺ അല്ലാത്ത സാധാ കല്ലും ഇതിനകത്ത് ഉണ്ടായിരുന്നു, സാധാ കല്ലും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് മെനക്കെട്ടിരുന്ന് ഇത് വാഷൊക്കെ ചെയ്തിട്ട് നമ്മളിത് വീണ്ടും അവിടെ ഈ കല്ല് മറ്റേ പേയ്മെൻറ്റ് സ്റ്റോണൊക്കെ മാറ്റിയിട്ട് ഫുള്ള് ഈ പോണ്ടിച്ചേരി സ്റ്റോൺ അങ്ങ് നിരത്തി ഇങ്ങനൊരു രൂപത്തിലേക്ക് കൊണ്ടുവന്നു. ഇത് നമുക്ക് ഒത്തിരി സ്പേസ് ഉണ്ടായതുകൊണ്ട് ഈ ഒരു കുഞ്ഞു സാധനം വെക്കുമ്പം അത്ര ഇതായിട്ടിരിക്കില്ല. ഇനി ഭാവിയിൽ നമുക്ക് കുറച്ചും കൂടെ വിപുലമാക്കണം, പേയ്മെൻറ്റ് സ്റ്റോണൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ആലോചനയുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്ത് നിർത്തിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.